പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശീഹാ തമ്പുരാൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ ചേർന്നിരുന്ന് അവിടുത്തെ മാധുര്യമേറിയ തിരുവചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വാംശീകരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ആരാണ് ഭാഗ്യവാനെന്ന വളരെ മധുരമനോഹരമായ ചോദ്യത്തിൻ്റെ മറുപടികളാണല്ലോ നാം പരിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പ് നാം കേട്ടുകൊണ്ടിരുന്നത് നീതിക്ക് വേണ്ടി വിശക്കുന്നവരും നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരും ഭാഗ്യമുള്ളവരെന്നാണ്. യേശുമശീഹായുടെ ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭഭാഗത്ത് അവതരിപ്പിക്കുന്ന അഷ്ടഭാഗ്യങ്ങളാണ് ഈ പട്ടികയിൽപ്പെട്ടിരിക്കുന്നത്. വീണ്ടും നാം ചിന്തിക്കുന്നു, ആരാണ് ഭാഗ്യവാൻ? വ്യക്തമായി ദൈവവചനം പറയുന്നു, യേശു പഠിപ്പിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കരുണ ലഭിക്കും എന്ന് നമുക്കതിനെ വ്യക്തമായി വിലയിരുത്താം. ഇതിനൊരു മറു വായന വായിച്ചാൽ, കരുണയില്ലാത്തവർ നിർഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കാൻ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. കരുണയ്ക്കുള്ള പ്രതിഫലം കരുണ തന്നെയാണ്. കരുണ കാണിക്കുന്നവരോട് ദൈവവും കരുണ കാണിക്കും. എന്നോട് ദൈവം കരുണ കാണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ദൈവം എന്നോട് കരുണ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് കരുണ അർഹിക്കുന്നവർക്ക് ഞാൻ കരുണ കൊടുക്കണം. കരുണ കാണിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെന്ന് കാണുമ്പോൾ, സാധ്യതകളില്ലാതെ വരുന്നു എന്നറിയുമ്പോൾ, ഒരുപക്ഷെ അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് കാണുമ്പോൾ, അവർക്കത് തിരുത്തപ്പെടാൻ കഴിവില്ലാതെ വരുന്നു എന്ന് കാണുമ്പോൾ, കടം വീട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാകുമ്പോൾ, അത് കഴിയാത്തത് കൊണ്ട് അവർ വല്ലാതെ മാനസികമായി തളർന്നിരിക്കുന്നുവെന്നറിയുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ് കരുണ. അപ്പോൾ സത്യമായിട്ടും അതവരുടെ അർഹത എന്നതിനപ്പുറത്ത് കൊടുക്കാൻ മനസ്സ് വയ്ക്കുന്ന ഒരാളുടെ മനോഭാവത്തിൻ്റെ വിശുദ്ധിയാണത്. കരുണ കാണിക്കുന്നവരാണ് കരുണ സ്വീകരിക്കുന്നവരെക്കാൾ യോഗ്യർ. കരുണയ്ക്ക് പാത്രങ്ങളാകുന്നവർ അർഹരോ അനർഹരോ ആരുമാകട്ടെ, അവരെക്കാൾ ഇവിടെ യോഗ്യർ കരുണ കാണിക്കുന്നവരാണ്. കരുണയ്ക്ക് അർഹരായ ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. പക്ഷേ കരുണ കാണിക്കുന്ന ആളുകൾ എത്ര പേർ? നമ്മളിതിലേത് പക്ഷത്താണ്? കരുണയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ലോകത്തുണ്ട്. പരസഹായമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ജീവിതത്തിലെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയവർ, സാമ്പത്തികമായി എല്ലാം തകർന്ന് കടബാധ്യത കയറി മൂടിപ്പോയവർ, സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോയവർ, മാരക രോഗത്തിൻ്റെ പിടിയിലമർന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് മരണം മുന്നിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ നെഞ്ചിടിപ്പോടെ നിമിഷങ്ങൾ എണ്ണിത്തീർക്കുന്നവർ, പഠിക്കാൻ വളരെ കഴിവുണ്ടായിട്ടും ഫീസ് കൊടുത്ത് പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠനം പാതി വഴിക്ക് മുടങ്ങിയിട്ട് ഇരുട്ടിൽ തപ്പിത്തടയുന്നവർ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ, സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോയാൽ കരുണ ലഭിക്കേണ്ട ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഒരാളോട് കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ വന്നതുകൊണ്ട്, കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞുപോയതുകൊണ്ട്, ഇനി അതിന് സാധ്യതയില്ല എന്നൊരു നിലയിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരാളോട് കരുണ കാണിക്കാൻ, ദൈവമക്കളെ, അങ്ങനെ കരുണ കാണിക്കുമ്പോൾ ആ കരുണ കാണിക്കുന്നയാൾ മഹാഭാഗ്യവാനാണ്. കർത്താവ് ഇങ്ങനെ കരുണ കാണിച്ചതാണ് ലോകത്തോട്. പാപം ചെയ്ത മനുഷ്യന് തൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുന്നില്ല. മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ തെറ്റിന് പരിഹാരം വരുത്താൻ അവന് കഴിയുന്നില്ല.
കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സ്വന്തം രക്തം ചൊരിഞ്ഞാൽ അവൻ മരിക്കുക എന്നല്ലാതെ മറ്റ് നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ സ്വന്തം രക്തം ചൊരിഞ്ഞ് ഒരാൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാമെന്ന് വച്ചാൽ അവൻ മരിക്കുക എന്നുള്ളതല്ലാതെ അവന് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ കർത്താവ് പാപിയോട് കരുണ കാണിച്ചു. പാപി മരിക്കാതിരിക്കാൻ പാപിക്ക് പകരം പരിശുദ്ധനായവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് പാപിയുടെ മരണത്തെ അവൻ ഇല്ലായ്മ ചെയ്തു. അവനോ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തുകൊണ്ട് ഒരേ സമയത്ത് കരുണ കാണിക്കുകയും പാപത്തെ ഹനിക്കുകയും മരണത്തെ മാറ്റുകയും മരണത്തെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അവനാണ് യേശു ക്രിസ്തു. അവനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിങ്ങനെ ബോധ്യപ്പെട്ടു വരുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത്, അർഹതയില്ലാത്ത കരുണ കർത്താവിൽ നിന്ന് ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. എങ്കിൽ നമ്മുടെ മുമ്പിൽ കരുണ അർഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് അവരോട് കരുണ കാണിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് പലപ്പോഴും നമ്മുടെ കരുണ കേവലം നമ്മുടെ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ പലരോടും വളരെ കരുണയുള്ളവരായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഒരാൾ രോഗിയാണ്, ചികിത്സിക്കാൻ പണമില്ല, അവർ വലിയ പ്രയാസത്തിലാണ് എന്ന് വന്നാൽ അവരെക്കുറിച്ച് ഒരുപാട് കരുണയോടെ സംസാരിക്കും. ഒന്നുമില്ല, പാവങ്ങളായി, ഇനി എന്തു ചെയ്യുമാവോ, എങ്ങനെ ചികിത്സിക്കും, എങ്ങനെ രക്ഷപ്പെടും, ആ കുടുംബം ഇനി എങ്ങനെ ജീവിക്കും, ആ കുഞ്ഞുങ്ങൾ ഇനി എങ്ങനെ പഠിക്കും, ആര് ഫീസ് കൊടുക്കും, ആരാണിനി അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുക എന്നിങ്ങനെ ഇരുന്ന് പരിഭവം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യാതൊരു സഹായവും അവർക്ക് വേണ്ടി ചെയ്യില്ല. ഈ പരിഭവം പറച്ചിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെ നേരിൽ കണ്ടു പറയും, കഷ്ടമായി പോയി നിങ്ങളുടെ കാര്യം, ഞാനത് കേട്ടപ്പോൾ മുതൽ എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. അവർ കരയാതെ ഇരിക്കുന്നുവെങ്കിൽ ഇങ്ങനെ പോയി പറഞ്ഞ് അവരെ കരയിപ്പിക്കും. കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് അവരെ പൂഴ്ത്തി വിട്ടിട്ട് ഒന്നും കൊടുക്കാതെ, ഒരു സഹായവും ചെയ്യാതെ തിരിച്ചു വരും. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ചില ആളുകൾ ദൈവസന്നിധിയിലിരുന്നങ്ങ് പ്രാർത്ഥിക്കും, കർത്താവേ, അറിഞ്ഞില്ലേ വലിയൊരു അപകടമുണ്ടായ കാര്യം, കർത്താവേ, ആ കുടുംബം വലിയ പ്രയാസത്തിലാണ്, അയാൾ മാത്രമായിരുന്നു ആ കുടുംബത്തിൻ്റെ അത്താണി, അയാൾ ജോലി ചെയ്തിട്ടാണ് ആ കുടുംബം നിലനിന്ന് വന്നത്, അവർക്ക് കടബാധ്യത തീർന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവേ, അവർ വലിയ പ്രശ്നത്തിലാണ്, നീ അവരുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടേണ്ട സമയമാണ്. ചികിത്സിക്കാൻ തന്നെ ലക്ഷോപലക്ഷങ്ങൾ ആവശ്യമാണ്. ഒപ്പം കർത്താവേ, അവരുടെ വീട്ടിലെ ബാധ്യതകൾ, ആ വീട്ടിലെ ആഹാര സാധനങ്ങൾ, അതുപോലെ ആ വീട്ടിൽ ബാക്കിയുള്ള ആളുകളുടെ മാനസിക നില, ഇതെല്ലാം കർത്താവേ നീ നേരെയാക്കണമെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ എന്ത് പ്രാർത്ഥന, എന്തിന് പ്രാർത്ഥിച്ചു? ശരിയായ പ്രാർത്ഥന അതൊന്നുമല്ല. ദൈവം മുമ്പിൽ ഒരുപാട് മണിക്കൂർ ഇരുന്ന് ഈ വിഷയമെല്ലാം വിശദമായി പരത്തി പറഞ്ഞ് കർത്താവിനെ പഠിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളറിയും മുമ്പ് ഇത് കർത്താവ് അറിഞ്ഞതാണ്. കർത്താവ് ഓരോ വാക്കിനും മറുപടി പറയുന്നുണ്ട്. കുഞ്ഞെ, നീ എൻ്റെ അടുത്തിരുന്ന് സമയം കളയല്ലേ, അങ്ങോട്ട് ചെല്ല്, നിൻ്റെ പോക്കറ്റിൽ കുറേ പണവും കരുത്, ഇപ്പോൾ ആശുപത്രിയിൽ എന്താ വേണ്ടതെന്ന് നീ അന്വേഷിക്ക്, ആ വീട്ടിൽ ആഹാരമുണ്ടോ എന്ന് നീ അന്വേഷിക്ക്, ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് നീ ചിന്തിക്ക്. പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന മിക്കപ്പോഴും ഏകപക്ഷീയമാണ്. ഞാൻ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ, ബാക്കിയെല്ലാം ദൈവം ചെയ്തു കൊള്ളണമെന്ന്, ദൈവത്തിൻ്റെ ബാധ്യതയാണെന്ന്. ഞാൻ എൻ്റെ ജോലി ചെയ്തു, ദൈവത്തോട് കൃത്യമായി ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ദൈവമാണ് എന്ന് ചിന്തിക്കുന്നത്. ദൈവമക്കളെ, അതൊന്നും ഒരു യഥാർത്ഥ ഭക്തയ്ക്ക് ചേർന്ന ജീവിത ശൈലിയില്ല. ഒരാൾക്കൊരു പ്രതിസന്ധി ഉണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അവിടെയാണ് നാം കഴിക്കേണ്ടത്, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അകാലത്തൊരാൾ മരിച്ചുപോയി ഒരു കുടുംബം ഒറ്റപ്പെട്ടാൽ ആ വീടിനെ നിവർത്തി നിർത്താൻ എൻ്റെ പങ്ക് എന്നാലാവോളം ഞാനും ഷെയർ ചെയ്യണമെന്നൊരു ബോധം. ഇങ്ങനെ പങ്കിടുന്നതിൻ്റെ പേരാ കൂട്ടായ്മ, ഇങ്ങനെ പരസ്പരം കരുതുന്നതിൻ്റെ പേരാ കൂട്ടായ്മ. അങ്ങനെ കരുതുന്നവരുടെ പേരാണ് കൂട്ടായ്മക്കാർ. ഇവിടെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ആകണമെങ്കിൽ, ആണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ കരുണയുള്ളവരാകണം. കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കണം. ഞാനങ്ങനെ ആരെയും കണ്ടില്ലല്ലോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കണ്ണു തുറന്ന് എവിടെ നോക്കിയാലും കരുണ അർഹിക്കുന്നവരെ കാണും നമ്മൾ.
അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. ഈ നാളുകളിൽ പലപ്പോഴും നമ്മളിങ്ങനെ പരിഭവം പറഞ്ഞും പ്രാർത്ഥിച്ചും നമ്മുടെ കരുണ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിലൊന്നും കാര്യമില്ല. ഈ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ശരിക്കും കാപട്യമാണ്. അതൊക്കെ നിർത്തിവെക്ക്. എന്നിട്ട് ദൈവമക്കളെ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചിന്തിക്കുക. അവിടെ ചെന്ന് അവരോടൊന്ന് താതാത്മ്യപ്പെടുക. അവർക്ക് ആളറിയാതെയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സഹായമൊക്കെ കൊടുക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ മൗനമായിരുന്നിട്ട് പറ, കർത്താവേ, എന്നാലാവോളം ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഏൽപ്പിച്ചതുപോലെ, നീ കൽപ്പിച്ചതുപോലെ, നീ പഠിപ്പിച്ചതുപോലെ നിൻ്റെ അനുയായി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. തമ്പുരാനെ, ബാക്കി കാര്യങ്ങൾ അവിടുന്ന് ക്രമപ്പെടുത്തുമല്ലോ. അത്രയും പ്രാർത്ഥിക്കുക. എത്ര ഭാഗ്യകരമായ പ്രാർത്ഥനയാണതെന്നറിയാമോ? പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ കേരളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോന്നിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അവരുടെ വീടിരുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയില്ല. കൃഷിയിടം നഷ്ടപ്പെട്ടു. ദൈവമക്കളെ, എല്ലാം നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട ആളുകളുടെ നഷ്ടം എത്ര ഭയാനകമാണ്. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരോട് കരുണ കാണിക്കാൻ നമ്മളിപ്പോഴാണ് മുതിരേണ്ടത്. ഇങ്ങനെ കരുണ കാണിക്കുന്നവരാണ് ശരിക്കും ഭാഗ്യമുള്ളവർ. ദൈവമക്കളെ, കരുണ കാണിക്കാനുള്ള മനസ്സ് ദൈവമക്കൾക്കുണ്ടാകണം. നാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത്. അർഹതപ്പെട്ടവരോട് കരുണ കാണിക്കാൻ ചിലർ പറയുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ സഹായിക്കുന്നത്? കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? 10,000 കോടിയുള്ളവനും 1,00,000 കോടിയുള്ളവനും കോടാനുകോടികളുള്ളവനും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന്? പറഞ്ഞിട്ടില്ല. അവരപ്പോഴും പറയുന്നത് ബാങ്കിൽ ഇത്ര ഓവർഡ്യൂണ്ട്, അല്ലെങ്കിൽ ഇത്ര ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, ഞാൻ ഇത്രമാത്രം ബാധ്യതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാധ്യതകളുടെ കണക്ക് പെരുപ്പിച്ച് വെച്ചതല്ലാതെ കോടീശ്വരന്മാർ പോലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ നാളുകളിൽ പലരും കണ്ണും കയ്യുമൊക്കെ തുറന്നിട്ടുണ്ട്, കണക്കില്ലാതെ തുറന്നിട്ടുണ്ട്. അത് മറക്കുന്നില്ല. ദൈവമക്കളെ, തങ്ങളാൽ കഴിയുന്നതിനപ്പുറത്ത് കണ്ണു തുറന്നവരും കൈ തുറന്നവരുമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടും ചില ആളുകൾ ഇപ്പോഴും അവരുടെ അഹന്ത വെടിയാനോ താഴേക്കിറങ്ങാനോ തയ്യാറായിട്ടില്ലല്ലോ. വില കൂടിയ വീടുകളിൽ നിന്ന് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ വീണ്ടും വീണ്ടും കാണെ വെള്ളം പൊങ്ങുമ്പോൾ രക്ഷാപ്രവർത്തകരുടെ സഹായം കൊണ്ട് രക്ഷപ്പെട്ട് ക്യാമ്പിലെത്തി ക്യൂവിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ചിട്ട് ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞ് പിന്നെ ഇന്നലെ സംഭവിച്ചത് ഇന്ന് തീർത്തും മറന്നുപോയിട്ട് മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്ന മനുഷ്യരുമില്ലേ ഇവിടെ? എവിടെയാണ് പ്രിയപ്പെട്ടവരെ കരുണ ദർശിക്കാനാവുക? ദൈവസന്നിധിയിൽ നാം നിൽക്കുന്ന നാളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കരുണ ലഭിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ടവരോട് കരുണ കാണിക്കാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടാകണം. നിശ്ചയമായിട്ടും നമ്മളതിന് മനസ്സ് വയ്ക്കണം. അതിന് ദൈവമക്കളെ വേറൊന്നും വേണ്ട. ഒരു നല്ല ക്രിസ്ത്യാനിയായാൽ അത് തീർച്ചയായിട്ടും സാധിക്കും. ക്രിസ്തുവിനെ വാസ്തവമായും ജീവിതത്തിൽ ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവരത് ചെയ്തിരിക്കും. ക്രിസ്തുവിനെ വാസ്തവമായും ബോധ്യപ്പെട്ട ഒരു വ്യക്തി അത് ചെയ്യാതിരിക്കില്ല. അവർക്ക് അങ്ങനെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ നാമം മാത്രം ധരിച്ച് നടക്കുന്ന, ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിനെ ബോധ്യപ്പെടാത്ത, ഉള്ളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത, അങ്ങനെ ക്രിസ്തുവിനെ ആരാധിക്കാത്തവരാണ് കരുണ എന്താണെന്ന് മറന്നു പോകുന്നവർ. ദൈവമക്കളെ, കരുണ കാണിക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം പലപ്പോഴും വേദനിക്കുന്നവരുടെ വേദന കാണാതെ പോകുന്നു. നാം നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ആർഭാടത്തിലും ആഡംബരത്തിലുമൊക്കെ നാം വല്ലാതെ രമിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ നടപടികളിലും അത് വെളിപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ എന്തുമാത്രം പണമാണ് ആ വക കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് വേണ്ടതൊക്കെ വേണം പ്രിയപ്പെട്ടവരെ. ഒരാവശ്യം വരുന്നിടത്ത് ഇതൊക്കെ നമ്മൾക്ക് വേണം. എന്നാൽ അതിനപ്പുറത്ത്
ഇത് ആർഭാടമോ ധൂർത്തോ ഒക്കെയായി മാറുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി മാറുകയാണ്. ആദ്യം പറഞ്ഞില്ലേ, ദൈവസന്നിധിയിൽ എനിക്ക് കിട്ടേണ്ടത് എന്താണെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഇപ്പോഴാണ് തീരുമാനിക്കേണ്ടത്, ഇവിടെ വച്ചാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ വിധി നടത്തുന്നയാൾ ഞാൻ തന്നെയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് മുൻകൂട്ടി വിധിച്ച് വച്ചിട്ടുണ്ട്, അതുമാത്രമേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് ആളുകളുടെ ഇടയിലൊരു ധാരണയുണ്ട്. തികച്ചും തെറ്റായ ഒരു ധാരണ. ആ ധാരണ തികച്ചും തെറ്റാണ്. ദൈവം മുൻവിധിയോടുകൂടി ഒന്നും തീരുമാനിച്ചു വച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും തെറ്റ് ചെയ്യുന്നവർ അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി സ്വയം ആർജിച്ചെടുത്തതായ ഒരു ശൈലിയാണ്. ദൈവത്തെ ആരും പ്രതിക്കൂട്ടിൽ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. ദൈവം ആർക്കും വേണ്ടി മുൻകൂട്ടി ഒരു വിധി തീരുമാനിച്ചു വെച്ചിട്ടില്ല. അവരവരുടെ വിധി അവരവരുടെ നടപടികളിലാണ് ഇരിക്കുന്നത്. അത് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒരുത്തൻ ശരീരത്തിൽ വസിക്കുന്ന കാലത്ത് ചെയ്ത പ്രവൃത്തികൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമാണ് കിട്ടുന്നത്. അത് ദൈവം മുൻകൂട്ടി തീരുമാനിച്ച് വച്ചതല്ല. പ്രവർത്തിച്ച ആളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവരവർ ആർജിച്ചതാണ്, അർഹിച്ചതാണ്, നേടിയതാണ്. ദൈവം അത് തരും. ദൈവം അത് കൃത്യ അളവിൽ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവത്തിന് അതിനകത്ത് വേറെ റോളൊന്നുമില്ല. ദൈവമക്കളെ, ഇവിടെയാണ് നാം നമ്മുടെ ജീവിതത്തെ വ്യക്തതയോടെ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ക്രയവിക്രയങ്ങളെ, നമ്മുടെ സമയത്തിൻ്റെ കൈകാര്യത്തെ, അതുപോലെ നമ്മുടെ കഴിവിൻ്റെ കൈകാര്യത്തെ ഒക്കെ നാം വിലയിരുത്തണം. ദൈവം നമുക്ക് തന്ന സാധ്യതകൾ നാം എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ നാം പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ന്യായവിധി എന്നതിനെക്കുറിച്ചൊക്കെ യേശു പഠിപ്പിക്കുമ്പോൾ ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട് ന്യായവിധിയെക്കുറിച്ച്. മൊത്തം ആളുകൾ തൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അവരെ രണ്ടായിട്ട് തിരിക്കും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ രണ്ടായിട്ട് തിരിക്കും. ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. വലത്തുള്ളവരോട് അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള മഹാഭാഗ്യത്തിലേക്ക് പ്രവേശിച്ച് ആനന്ദിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ കരുണ ചെയ്തതിൻ്റെ നന്മ അനുഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ആശ്വസിപ്പിച്ചു. നിങ്ങൾ എന്നെ കരുതി. അപ്പോൾ ഈ നീതിമാന്മാർ അവനോട് ചോദിക്കും, കർത്താവ്, ഇതെപ്പോഴാണ്? അങ്ങനെ ഒന്നും നിന്നെ ഞങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. പാവങ്ങളിൽ പാവങ്ങളോട് നിങ്ങൾ ചെയ്തത് മുഴുവൻ, തകർന്ന ജീവിതങ്ങളെ പണിയുമ്പോഴെല്ലാം, സാധുക്കളോട് നിങ്ങൾ അനുകൂലപ്പെടുമ്പോഴെല്ലാം അത് എനിക്ക് വേണ്ടി ചെയ്തതാണ്. അതെല്ലാം എൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കുന്ന ആ മഹാഭാഗ്യകരമായ അവസ്ഥ കണ്ടില്ലേ? എന്നാൽ കരുണയുള്ളവരെ കരുണ ചെയ്യേണ്ട ഇടത്ത് കണ്ണടച്ചു പോയവരുടെ അവസ്ഥയൊന്നോർക്ക്. വഴിയിൽ മുറിവേറ്റ് കിടന്ന ആ സാധു മനുഷ്യനെ കണ്ടിട്ട് വഴിമാറിപ്പോയ പുരോഹിതനും വഴിമാറിപ്പോയ ലേവിയനും കരുണ കാണിക്കാൻ മറന്നുപോയവരാണ്. എന്നാൽ ശമര്യനോ കരുണ കാണിച്ചവനാണ്. ഇവിടെ വർഗവും ജാതിയും മതവും ഒന്നും നോക്കിയല്ല ഈ ശമര്യന് ദൈവസന്നിധിയിൽ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. അവൻ സത്യമായിട്ടും ചെയ്ത പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം അവനുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, യേശു പഠിപ്പിച്ച ഒരു വാക്കുപോലും നാം തെറ്റിദ്ധരിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. ജീവിതത്തെ ക്രമപ്പെടുത്തുക തന്നെ വേണം. ദൈവാത്മാവ് അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, വ്യക്തമായി ദൈവം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു മറുവശം. യേശു പറഞ്ഞു, ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നിനരകമാണ് നിങ്ങൾ പ്രാപിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ വാക്ക് കൃത്യമാണ്. ആദ്യം പറഞ്ഞതിൻ്റെ മറുവശമാണ് പറയുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല.
ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, മറിച്ച് നിങ്ങൾ സെൽഫി എടുത്ത് ആഘോഷിച്ചു, നിങ്ങൾ എന്നെ പരിഹസിച്ചു, നിങ്ങൾ എൻ്റെ ചുറ്റും നിന്ന് ആക്രോശിച്ചു, നിങ്ങൾ എന്നെ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി മാറ്റി. ആധുനികമായി ചിന്തിക്ക്, ആനുകാലികമായി ചിന്തിക്ക്. ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അത് ആഘോഷമാക്കാനും പോസ്റ്റ് ചെയ്യാനും എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കാനും, ചോര ഒഴുകി ഒരാൾ പിടയുമ്പോൾ അയാളെ രക്ഷിക്കാനല്ല, അത് രസിക്കാനുള്ള വേദിയാക്കി തീർക്കുന്നവരോട്, ശപിക്കപ്പെട്ടവരെ സാത്താനും കൂട്ടാളികൾക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക് പോകുവിൻ. കരുണയില്ലായിരുന്നു നിങ്ങൾക്ക്, കരുണ കാണിക്കേണ്ടിടത്ത് കരുണ കാണിച്ചില്ല. നിങ്ങൾ നികൃഷ്ട ജന്മങ്ങളായി ഇടപെട്ടവരാണ്. ഇരുട്ടിലേക്ക് പോവുക, അതിവേദനയിലേക്ക്. അത് നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. മനസ്സിലാക്കുമോ? ഒരാൾക്ക് കരുണ നിഷേധിക്കുമ്പോൾ സ്വയം നരകം തിരഞ്ഞെടുക്കുകയാണ്, ശിക്ഷാവിധി തിരഞ്ഞെടുക്കുകയാണ്. ദൈവം അടിച്ചേൽപ്പിക്കുന്നതല്ല, ദൈവം വിധിച്ചതല്ല, ഇത് ദൈവത്തിൻ്റെ കുറ്റമല്ല. ഒരാൾ തീരുമാനിച്ച് സ്വയം ആർജിച്ചതാണ്. ദൈവം അത് അനുവദിക്കുന്നുവെന്നേ ഉള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, കരുണ ചെയ്യേണ്ടിടത്ത് കരുണ ചെയ്യാൻ, അർഹതപ്പെട്ടവരോട് കരുണ കാണിക്കാൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താം. ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമ്മുടെ പേരും ചേരേണ്ടതിന് നമുക്ക് കരുണ അർഹിക്കുന്നവരോട് കരുണ കാണിക്കാം. അങ്ങനെ ഭാഗ്യവാന്മാരായിത്തീരാം. ഈ വിഷയത്തിൻ്റെ മറ്റൊരു മനോഹരമായ ചിന്ത അടുത്ത പ്രാവശ്യം പങ്കിടാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ചു ആരാണ് ഭാഗ്യവാൻ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവസന്നിധിയിൽ കരുണ ലഭിക്കുമെന്ന് വളരെ മധുരമായി അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ഈ കേട്ട ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി പതിയേണ്ടതാണ്. ഞങ്ങളിതിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതാണ്. വളരെ വളരെ ആഴമായ ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കേണ്ടതാണ്. ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതാണ്, ക്രമപ്പെടുത്തേണ്ടതാണ്. വിശുദ്ധിയിൽ വളരാൻ കർത്താവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഞങ്ങളെ ഭാഗ്യമുള്ളവരാക്കി തീർക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമേ, ഭാഗ്യമുള്ളവരുടെ പട്ടികയിൽ, ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഞങ്ങളുടെ പേരും ചേർക്കപ്പെടുവാൻ ഇന്ന് ഞങ്ങൾ ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഞങ്ങൾ വിജയം വരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ കരുണയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.